ഗായ്സ് ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെയും പോകാത്തൊരു പണിക്ക് പോലെ പണി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിങ്ങിൻ്റെ വർക്ക് ഇങ്ങനെ രാവിലെ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ സബ്സ്ക്രൈബറെ കണ്ട് പിന്നെ അദ്ദേഹത്തിനോട് കുറച്ചൊക്കെ തരം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് സമയം പോയല്ലോ നോട്ട് നേരെ വണ്ടി എടുത്ത് ചവിട്ടി വിട്ട് കൊട്ടാരക്കരയിലോട്ട് കൊട്ടാരക്കരയിലാണ് നമ്മളിത് വരാൻ പറഞ്ഞത് ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിനോട് പണിക്ക് വന്നത് കറക്റ്റ് 8 മണിയാകുമ്പോൾ കൊട്ടാരക്കര വരാൻ പറഞ്ഞു ഞാൻ 75 കൊട്ടാരക്കര എത്തിയേച്ചു എന്നിട്ട് ആ മാമൻ വന്നിട്ടില്ലായിരുന്നു പിന്നെ കൊട്ടാരക്കര SP ഓഫീസിന്റെ അവിടെ കുറെ നേരം കറങ്ങി തിരിഞ്ഞപ്പോഴത്തേക്ക് വെട്ടരായപ്പോഴത്തേക്ക് മാമൻ വിളിച്ചതാണ് അവിടെ എത്തിയിട്ടുണ്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞു ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു ചായ കുടിച്ചോണ്ടിരിക്കുന്നത് ഞാൻ ചായ കുടിക്കാത്തത് ഡിസ്റ്റർബ് ചെയ്യാതെ ഞാൻ പിന്നെ അവിടെ വെയിറ്റ് ചെയ്തു അങ്ങനെ ചായം കുടിച്ച് നേരെ സൈഡിലോട്ട് പോയി സൈഡിൽ ചെന്നപ്പോഴാണ് നെക്ലസത്തിന് അറിഞ്ഞത് ഇതിന്റെ മണ്ടരാണ് പണിയുന്നു ഇവന് ആയിട്ടൊരു വിഷയം ഇല്ലാത്തത് നമ്മൾ ചാടി പഠിച്ച് അതിന്റെ മണ്ട കയറി അങ്ങനെ ഒരു ഇത് ഉച്ചയായി 12 പിന്നെ ചോറ് കഴിക്കാൻ പോകാൻ തുടങ്ങി അങ്ങനെ കൊട്ടാര സിഗ്നലിൽ അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി വെച്ച് ചോറും കഴിച്ച് അത് കഴിഞ്ഞ സമയത്ത് ഫോൺ തോട്ടിട്ട് എൻ്റെ അടുത്ത് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു അതിനെ പുള്ളി അത് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് 5:30 പിന്നെ നമ്മൾ എപ്പോഴും ഇറങ്ങി ഇപ്പം എല്ലായിടത്തും ഉത്സവ സീസൺ ആയതുകൊണ്ട് ഒരു ദിവസം ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ കുറച്ച് തിരക്കായിരുന്നു അതുകൊണ്ട് കുറച്ച് താമസിച്ചാണ് വീട്ടിൽ എത്തിയത് അങ്ങനെ ഇത് കഴിക്കാൻ അമ്മ വിറവ് മേടിച്ചുകൊണ്ടിരുന്നായിരുന്നു ഞാൻ ഓർത്തത് അങ്ങനെ പിന്നെ വിറവ് മേടിക്കാനായിട്ട് അടുത്തുള്ളൊരു കടയ്ക്ക് അങ്ങനെ വിറവ് വെച്ച് ദൂരമായിട്ട് വരവാണ് ആ പറഞ്ഞു ഒരു കൊണ്ടുപോകാൻ പറ്റണത് അതിനൊരു കെട്ടാൻ എടുത്തു അങ്ങനെ ഞാൻ തന്നെ ഷീറ്റിന്റെ അകത്ത് കയറി ആദ്യം ഫ്രണ്ട് കണ്ട ഒരു കെട്ട് നോക്കി എടുത്ത് ഞാൻ തന്നെ വണ്ടിയുടെ മണ്ടയെ കൊണ്ട് വെച്ച് പിന്നെ വേറെ കെട്ടിക്കൊണ്ട് പോകാനില്ല ശശികരണം നമ്മുടെ വണ്ടി തന്നെ ഉണ്ടായിരുന്നു പിന്നെ അതെല്ലാം കൂടെ ഞാനും മാമൻ ഇവിടെ വരച്ച് നോക്കി എങ്ങനെ കെട്ടി ഞാൻ പൈസ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാൻ നേരത്തെ മാമൻ പറഞ്ഞു ഇവിടെ ഗൂഗിൾ പേ ഇല്ല അപ്പുറത്തെ കട ഗൂഗിൾ പേ ചെയ്തിട്ട് പൈസ കൊണ്ട് തന്നാൽ മതി അങ്ങനെ അതിന്റെ തൊട്ടടുത്തുള്ളൊരു തുണിക്കടയിൽ പോയിട്ട് അവിടെ ഗൂഗിൾ പേ കൊടുത്തിട്ട് ആ പൈസ വേഗം കൊണ്ട് കൊടുത്തു അങ്ങനെ പൈസ കൊടുത്തിട്ട് തിരിച്ചു വന്നപ്പോൾ മാമൻ വീട്ടിൽ കെട്ടിക്കൊണ്ടിരിക്കുന്നത് എന്റെ കെട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കാം വേറൊരു വെച്ച് കെട്ടി അങ്ങനെ ഒരു എല്ലാവരും കെട്ടിപ്പുറക്കി നേരെ വീട്ടിൽ കൊണ്ടുവന്നു അങ്ങനെ വീട്ടിൽ എത്തിയപ്പോഴത്തേക്ക് വിറകെല്ലാം കൂടെ മോഹൻലാലിന്റെ ഫിഗറും പിടിച്ചിരിക്കുന്നു അങ്ങനെ വണ്ടി സെൻട്രസ്റ്റ് വിറവെല്ലാം കൂടെ കെട്ടയച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇന്നിനി വേറെ പരിപാടിക്കൊന്നും പോകാതില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുന്നു അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ നമ്മൾ ഇനിയും കാണും.